ഈ ഇബ്നു ഹജർ റളിയല്ലാഹുവിനെ കൊണ്ടാണ് ഇവിടെ അഹ്ലു സുന്ന നിലക്കണ്, ഷാഫി മദ്ഹബ് നിലക്കണ്. ആ ഇബ്നു ഹജർ തങ്ങൾ ളാലും ഉളിലും പേച്ചവനും പേപ്പിക്കുന്നവനും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ഈ ഇബ്നു തൈമിയ. ഇനി അയാളെ വാതിൽ തുറക്കേണ്ട ആവശ്യം നമുക്ക് എന്താണ്? നമ്മളാക്കിയത് ഇബ്നു ഹജറാണ്. നമ്മൾ ഇബ്നു ഹജറിന്റെ രീതിയിലാണ്. സമസ്ത എന്ന് പറയുന്നത് പറയരുത്, സമസ്ത മഖ്ദൂമിയൻ രീതിയാണ് എന്ന് 1000 വട്ടമല്ല ശൈഖുനാ ശംസുന്നമനെ പോലത്തെ പറഞ്ഞത്. ഇത് മഖ്ദൂമിയൻ രീതിയാണ്. മഖ്ദൂമിയൻ രീതി തളരുന്ന ഘട്ടം വന്നപ്പോൾ മഖ്ദൂമിയൻ രീതിയെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് പിൽഗാമികളായ സ്വാലിഹ്യങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ത്? സമസ്ത. അപ്പൊ സമസ്ത എന്താ? അത് മഖ്ദൂമിയൻ പുനരുജ്ജീവനാണ്. ആ മഖ്ദൂമിന്റെ അടിത്തറ ആരുമാണ്? ഇബ്നു ഹജറുമാണ്. ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് വാതിൽ തുറന്നാൽ നമ്മൾ തകർന്നു. അത്ര പറയാനുള്ളൂ. ഇന്നത്തെ ക്ലാസ് അത്രേ ഉള്ളൂ. കാര്യമായി മനസ്സിലാക്കണം. ആരെയും അവമതിക്കണ്ട. ദീന് ദീനാണ്. നമ്മൾ അങ്ങോട്ട് വളർന്നാൽ നമ്മളെ കുട്ടികൾ കിടക്കും. മഖ്ദൂമിന്റെ അടിത്തറ ഇബ്നു ഹജറാണ്. നമ്മൾ മഖ്ദൂമി പാരമ്പര്യത്തിലാണ് ആണോ അല്ലേ? അതാദ്യം തീരുമാനിക്കും. ഇപ്പൊ കുറച്ച് പമ്പര വിഡ്ഢികളുണ്ട്. ചില വിഡ്ഢികൾ ഇബ്നു തൈമിയ അങ്ങനെയായിരുന്നു, ഇബ്നു തൈമിയ കൊങ്ങനെയായിരുന്നു പറയും. ഇതൊക്കെ എത്ര വലിപ്പണ്ടല്ലടാ, വെളുത്ത താടിയും വെച്ച് ജനങ്ങളെ പറ്റിക്കാൻ. നമ്മളെ മലബാറിലെ ദീനി മഖ്ദൂമി ദീനല്ലേ? ഇപ്പൊ ആണോ അല്ലേ? മഖ്ദൂമിന്റെ ഉസ്താദാരാ? ഇബ്നു ഹജർ തങ്ങൾ. ഇബ്നു ഹജർ തങ്ങൾ വാലും മുള്ളിലും പേച്ചോനും പേപ്പിക്കുന്നവനും എന്ന് പറഞ്ഞ ആളാണ് ആര്? ഈ ഇബ്നു തൈമിയ. ഞാൻ എന്തിനാ വാതിലോർക്കണം? നിങ്ങൾക്ക് പൈസ കിട്ടണം, പണം കിട്ടണം. നിങ്ങൾ വഹാബി കോർപ്പറേറ്റുകളെ ബാക്ക് പോയി നിന്നിട്ട് മുണുങ്ങണം. ഈ ഒരു നിഷ്കർഷത നമുക്കില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ സമസ്തയൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ പറ്റിച്ച്? ഇബ്നു തൈമിയ പേച്ചോനല്ല എങ്കിൽ പിന്നെ എന്തിനാ സമസ്ത ഉണ്ടാക്കി? ഇബ്നു തൈമിയ പേച്ചവനല്ലെങ്കിൽ എന്തിനാണ്? വേറുള്ള നാടുകളിൽ മറ്റേ രീതിയാണ്. ഒക്കെ ആയിക്കോട്ടെ, നമ്മുടെ രീതി ആരുടേതാണ്? മഖ്ദൂമിൻ്റെത്. മഖ്ദൂമിന്റെ ഉസ്താദ് രണ്ടാം മഖ്ദൂം എന്ന ഫതുഹുൽ മുഈന്റെ മഖ്ദൂം, അവരുടെ ഉസ്താദാണ് ആര്? ഇബ്നു ഹജറിൽ ഹൈതമി. ആ ഇബ്നു ഹജർ അതാണ് നമ്മളെ മലയാളത്തിലെ സുന്നി. വേറുള്ള നാട്ടിൽ ഏതോ സുന്നി ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്കെന്താ? ഇപ്പൊ മൂത്താപ്പാന്റെ രീതി വേറെയും നമ്മളെ ബാപ്പാന്റെ രീതി ഏറെയാണെങ്കിൽ നമ്മളെ തറവാട് നിലനിന്ന് പോകാൻ കാരണം നമ്മളെ ബാപ്പാന്റെ ഒരു ഐഡന്റിറ്റി ആവുമല്ലോ. നമ്മളെ ബാപ്പാന്റെ പറയും. മൂത്താപ്പാക്ക് അങ്ങനെ നിസ്കാരവും രീതിയൊന്നും ഉണ്ടായില്ല. അപ്പൊ ആ കുട്ടികളും അങ്ങനെയാണ്. നമ്മളെ പേരിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് ചോറ് കൊടുക്കില്ല. എങ്കിൽ നമ്മൾ ഖിയാമത്ത് നാൾ വരെ ഈ കുടുംബം ഇവിടെ നിലക്കണമെങ്കിൽ ആരെ രീതി തുടരണം? നമ്മളെ പറക്കുട്ടി മൂത്താപ്പ നിസ്കരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ നിയമമൊന്നും ആർക്കില്ല. മൂത്താപ്പ ചിലപ്പോ ചോറ് കിട്ടുക നിസ്കരിക്കും, ചില നിസ്കരിക്കൂല. ചില കുട്ടികൾ പെണ്ണുങ്ങൾ തല തട്ടിടും, ചില തട്ടിടൂല. ചിലർ കണ്ടവരൊക്കെ മോട്ടോർ സൈക്കിളിൽ കയറി ബാക്കിൽ പോയി. അതിനൊന്നും മൂത്താപ്പാക്ക് തറവാട്ടിന് മുന്നിൽ ആരാൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ ബാക്കിൽ മകൾ വന്നിറങ്ങിയാൽ മൂത്താപ്പാക്കിൽ ബേജാറൊന്നുമില്ല. നമ്മളെ വാപ്പ അങ്ങനെയല്ല, തലടൊട്ടും. എങ്കിൽ നമ്മളെ ഐഡന്റിറ്റി മൂത്താപ്പാൻ്റെ ഐഡന്റിറ്റി ഒന്നാണോ രണ്ടാണോ? എല്ലാം ഒരു വല്യാപ്പാൻ്റെ മക്കളാണെങ്കിലും. അപ്പം നമ്മൾ ഈ കുടുംബ മഹിമ ആ നാട്ടിൽ നമ്മളെ ബാപ്പാൻ്റെ ഒരു മഹിമുണ്ട്, മറ്റേ ആൾക്ക് ആ മഹിമയില്ല. മൂപ്പരക്കാലം വരെ ജനങ്ങൾ വോട്ട് വയ്ക്കുമ്പോൾ പോകുന്നല്ലാതെ ഒരു ഇസ്ലാമിക കാര്യത്തിനൊന്നും മൂത്താപ്പാനെ മുന്നിൽ വെക്കലില്ല. നമ്മളെ വാപ്പ മരിക്കണത് വരെ പള്ളി, മഹല്ല്, ദീന്, മോലിയർ, സമ്മേളനം, തങ്ങന്മാര്, മൂല്യന്മാര് ആര് വന്നാലും മുന്നിലുള്ള ആളുകളാണ് ആര്? നമ്മളെ വാപ്പ. മരിക്കണവരെ വാപ്പ അങ്ങനെയായിരുന്നു. ഇപ്പോൾ വാപ്പ കഴിഞ്ഞപ്പോൾ കാക്കാനെ അതേ സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്, മഹല്ലും നാടും ഒക്കെ. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തം വാദിക്കാണ് എന്ത്? മൂത്താപ്പി മുസ്ലിം എന്നല്ലേ എന്ന് പറഞ്ഞാൽ മൂത്താപ്പ മുസ്ലിം കൈക്ക് പോയിക്കോട്ടെ. പക്ഷെ മൂത്താപ്പാന്റെ രീതിയല്ല ആരുടെ രീതി? നമ്മളെ ബാപ്പാന്റെ രീതി അതല്ല. നമ്മളെ ബാപ്പാന്റെ രീതി കൃത്യമാക്കിയത് കൊണ്ടാണ് നമ്മൾക്ക് ബാപ്പ മരിച്ചിട്ട് 30 കൊല്ലായി. ഇപ്പോഴും മഹല്ലിലെ സ്ഥാനമുണ്ട്, ദീനി രംഗത്തൊരു സ്ഥാനമുണ്ട്, നന്മ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥാനമുണ്ട്. ഹജ്ജിനൊരാൾ പൈസ കിട്ടുകയാണെങ്കിൽ അവരെ തറവാട്ട് നമ്മളെ തറവാട്ടിനൊന്ന് പറയും. എന്തുകൊണ്ട്? അത് പാരമ്പര്യമായി അവിടെ ദീനുള്ള തറവാടാണ്. അതേ തറവാട്ടിലെ വല്യപ്പാന്റെ മകൻ അപ്പുറത്ത് വേറൊന്നുണ്ട്, ആ വൈക്കാരും പോലെന്നല്ല.
ഇപ്പൊ രണ്ടും രണ്ടല്ലേ? നമ്മളെ ബാപ്പ ഇബ്നു മഖ്ദൂം അല്ലേ? പറയ്, മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹജർ അല്ലേ? ഇബ്നു ഹജർ പേച്ചോന് പേപ്പിക്കുന്നവന് എന്ന് പറഞ്ഞവനല്ലേ ആര്? ഇബ്നു തൈമിയ്യ. ഇങ്ങനെ വാതിലെന്തിനാണ് തുറക്കണത്? തിന്നാന്, പൈസക്ക്. അറബി പൊന്ന് കിട്ടണം, അതെന്നെ പൂതി. അല്ലാതെ ഇബ്നു ഹജർ തങ്ങൾ പറയുന്ന അപ്പുറത്തേക്ക് പോകേണ്ട ഒരു ഉമ്മത്തിനിവിടെ ഈ നിഷ്കർഷതയിൽ നമുക്ക് വാർത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത് നമ്മളെ നേതാവ് ആരായതുകൊണ്ടാണ്? ഇബ്നു ഹജർ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ സമസ്ത ഇവിടെ ഉണ്ടാക്കാൻ കഴിയൂല. ഇപ്പൊ നിങ്ങള് ഇങ്ങനെ പറയണ്ടല്ലോ, വലിയ ആളായി ചിലക്കണ്ടല്ലോ ഈ മൈക്കന്റെ മുന്നിൽ ഇരുന്നിട്ട്. നിങ്ങൾക്ക് ഇതിന് കഴിയൂല. ഇവിടെ പഴയ കാലത്തെ അഴക്കുഴമ്പനായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സമസ്ത ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പൊ ഓരോരുത്തരും വലിയ കോജമാരായി പറയാ, ഇവിടുത്തെ മാനാണ്, മറ്റതാണ്, അങ്ങനെയാണ്. എന്താണ് നിങ്ങൾക്ക്? നിങ്ങൾ ഈ അടിത്തറയിൽ ഇരിക്കുന്ന ഈ സമസ്ത, ഈ സാധനത്തെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും, നമ്മളെ മുൻഗാമികൾക്ക് കഴിയില്ല. ആ അഴകുഴമ്പ നയത്തിലായിരുന്നുവെങ്കിൽ ഇതിന് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അതിൽ തന്നെ നിലനിന്നു. അതിനുവേണ്ടി കോടാനക്കോടി സമ്പത്ത് ഉമറാക്കൾ ചെലവാക്കി മുണ്ട് മുറുക്കി ഉടുത്തിട്ടാണ് ഇതൊക്കെ നടത്തിയത്. ഈ ഇബ്നു തൈമിയ്യ വാലിലും മുള്ളിലുമാണെന്ന് പ്രസംഗിക്കാൻ വേണ്ടി കോടിക്കണക്കായ സമ്പത്തൊഴുക്കി മുൻഗാമികളായ സ്വാലിഹ്യങ്ങൾ, ഉമറാക്കൾ. എന്തേ ഇല്ലേ? അവരോടൊക്കെ മനുഷ്യരിൽ എന്താ മറുപടി അറിയാം? ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയാൽ നമ്മക്കിവിടെ എന്തുണ്ടാവൂല? സമസ്ത എന്ന സംഘടന ഉണ്ടാവും. എന്തുണ്ടാവൂല? അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന ഇബ്നു ഹജരി രീതി ഉണ്ടാവൂല. അത് കഴിഞ്ഞാൽ മലബാറിന്റെ ഐഡന്റിറ്റിയും കഴിഞ്ഞു. അപ്പൊ മലബാറിന്റെ ഐഡന്റിറ്റി പൊളിക്കാനുള്ള ഒരു ശ്രമമാണിത്. അത് മനസ്സിലാക്കണം. ഇവരോടൊക്കെ വർത്താനം പറയുമ്പോൾ കുറച്ച് അതബോട് കൂടി വർത്താനം. എന്ത് അതബ്? വേറുത്തം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്, പണ്ഡിതന്മാരാണ്, അവരോടൊക്കെ അവർക്കൊരു അതബ് ഉണ്ടായിട്ടില്ലല്ലോ, അതിനേക്കാളും വലിയൊരു വർത്താനം പറയാം. ഇവരാരാ? ഇവരിത്ര അതബോട് കൂടി ഇവരോട് സംസാരിക്കാൻ പാടുള്ളൂ. ഇവിടെ മാനായ ശൈഖുനാ ശംസുൽ അഹ്മദ് പോലത്തോട് ഇവരതിലും വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് ഇവർക്കില്ലാത്ത ഇപ്പം നമുക്ക് ഇവരമേൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ദീൻ പൊളിക്കാനുള്ള ശ്രമങ്ങളാണ് പടുമ. അത് കരുതി കൂട്ടിയ മലബാറിലെ ദീൻ പൊളിഞ്ഞാൽ ലോകത്ത് ഒരു പാൻ ഇസ്ലാം ഉണ്ടാവും, യഥാർത്ഥ അഹ്ലുസുന്ന ഉണ്ടാവില്ല. അതായത് എല്ലാവർക്കും യോജിക്കാവുന്ന ഒന്നുണ്ടാവും. മലബാറിൻ്റെ ഐഡന്റിറ്റിയാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി. അതന്നെ നമ്മൾ നീറ്റ്. അതിലാണ് നമ്മളെ മുൻഗാമികളൊക്കെ മുന്നോട്ട് പോയത്. അതിനെതിരായപ്പോൾ സ്വന്തം ബാപ്പ എതിരായ മകന് ബാപ്പ സ്വത്ത് കൊടുക്കാത്ത സംഭവം എഴുതി വെച്ചു. എന്തേ ഇല്ലേ? അഹമ്മദ് കോയ ശാലിയത്തി, ഞാൻ പറയാതൊക്കെ അഹമ്മദ് കോയ ശാലിയത്തി മകൻ ബാബിയൊന്നും വായിച്ചില്ല, ആ ബുക്ക് വായിക്കരുത് എന്നാണ്. പിന്നെ ഒരിക്കലും മകൻ ബുക്ക് വായിച്ച് പുറത്താക്കി. അവനെൻ്റെ മുതൽ കൊടുക്കരുതെന്ന് എഴുതി വെച്ചു. ആര്? സ്വന്തം മകന്. ആര്? മലയാളക്കര കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായ അഹമ്മദ് കോയ ശാലിയാത്തി. അപ്പൊ നിങ്ങളിപ്പോ എവിടെയുള്ളത്? ആ ഒരു കണിശമായ രീതി നമുക്കുണ്ടായത് കൊണ്ടല്ലേ ഈ ഒരു നന്മ ഇവിടെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞ്? സത്യല്ലേ? ഇപ്പൊ നിങ്ങൾ പോലത്തെ ഒരു മനുഷ്യത്തിലുണ്ടായ നന്നായി. ഞാൻ സാധാരണക്കാർക്ക് അറിയാത്തൊരു വരാത്. സ്വന്തം മുതൽ കൊടുക്കരുത് എഴുതി വെച്ചു. ആര്? ബാപ്പ തൻ്റെ മുതുക് പറന്ന മകന് കൊടുക്കരുത്. എൻ്റെ വഹാബിയത്തിന് സാധ്യതയുള്ള ഒരു പുസ്തകം വായിക്കുന്നതായി കണ്ടു, നീ വായിക്കരുത്. പിന്നൊരിക്കലും വായിക്കണ്ടപ്പോൾ പുറത്താക്കി. ഇബ്നു തൈമിയ്യ പേച്ചോനല്ല, ഒക്കെ നല്ലോനാണ് എങ്കിൽ ആരെപ്പോടെ കുറ്റക്കാരൻ? ശാലിയത്തി. നമുക്ക് ഇതെല്ലാം വെളിക്ക് നിർത്താൻ നമുക്ക് കഴിഞ്ഞതും നമ്മളൊരു ഭദ്രമായ സമുദായമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും നമ്മൾക്ക് ഇബ്നു ഹജരിയൻ നയമുള്ളത് കൊണ്ടാണ്. അവിടുന്ന് പുറകോട്ട് പോയാൽ നമ്മൾ നശിക്കും. നമ്മളെ നശിപ്പിക്കാൻ അള്ളാഹിന്റെ തൗഫീഖോട് കൂടി നമ്മൾക്ക് ഈ നിലക്ക് മുന്നോട്ട് പോയാൽ, അതായത് ഈ അഴക്കുഴമ്പൻ നയത്തിലുള്ള സയ്യിദന്മാരെ ബഹുമാനിക്കരുത് എന്നല്ല ഞാൻ വാദിക്കുന്നത്. അവരെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടരുത്, അവരെ കൊണ്ട് പള്ളി ഉദ്ഘാടനം ചെയ്യിക്കരുത്,
അവരെ കൊണ്ട് മദ്രസ ഉദ്ഘാടനം ചെയ്യിക്കരുത്, അവരെ കൊണ്ട് കല്യാണം ഉദ്ഘാടനം ചെയ്യിക്കരുത്, അവരെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിക്കരുത്. അവർ പൂർണ്ണ സുന്നികളാണെന്ന് നമുക്ക് ബോധ്യം ചെയ്യുന്നവരെ. അങ്ങനെയാണെങ്കിൽ അയക്കുഴമ്പൻ നയമുള്ള സയ്യിദിനെ കൊണ്ട് മകളെ കെട്ടിക്കുമ്പോൾ സബ്ബുജത്തുക്ക വാങ്കാത്തുക്ക എന്ന് പറയിപ്പിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എൻ്റെ നാട്ടിലെ നാടൻ മൂല്യരെ കൊണ്ട് പറയിപ്പിക്കല. കാരണം അയാൾ ഏതായാലും എന്താണ് സുന്നിയാണ്, അതുറപ്പാണല്ലോ. അപ്പോൾ കല്യാണ വേദികളെല്ലാം അവരെ മാറ്റി നിർത്തണം. അവരെ ഒരു നിക്കാഹിനെ വിളിക്കരുത്, അതിന് ചെകയണ്ട. ഇല്ലെങ്കിൽ ഓലെന്നെ പറയണം മറ്റോലേ വാബിയുള്ളൂ, നമ്മൾ വാബി അല്ലട്ടോ, ആയിക്കോട്ടെ എന്നാ നമുക്ക് ഓലം തിരിക്കാം. അല്ല ഇനിയിപ്പോൾ നമുക്ക് അതിനൊന്നും കഴിയില്ല. ഇനി നമുക്ക് എന്തേ കഴിയുള്ളൂ, ഞങ്ങളെ കൂട്ടത്തിൽ ബാബി വായകോയമ്പൻ മറ്റേ ആളാണ്, ഞങ്ങൾ കടുത്ത സുന്നി തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നവരെ നമുക്ക് പിന്നെ വിളിക്കാം. ബഹുമാനിക്കാൻ വരും, ഒക്കെ ബഹുമാനിക്കാം. ബഹുമാനിക്കണതിന് ഒരു കുഴപ്പമില്ല. അത് പറയാൻ നമ്മുടെ സംഘടനാ നേതാക്കൾക്ക് കഴിയണം. അവർക്ക് ദുന്യവ്യായ കെട്ടുപാടുകൾ ഇല്ലെങ്കിൽ അത് പറയാൻ കഴിയും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് 100-ാം വാർഷികം നടത്താൻ കഴിയൂല. 100-ാം വാർഷികം നടത്തൽ അള്ളാഹിൻ്റെ അടുക്കൽ വാജിബല്ല. അള്ളാഹിൻ്റെ അടുക്കൽ വാജിബ് അഹ്ലു സുന്നത്ത് വൽ ജമാഅയാണ്. അത് അതിൻ്റെ രീതിക്ക് പോകൽ നമുക്ക് വാജിബാണ്. 100-ാം വാർഷികം 200-ാം വാർഷികം നടത്തണമെങ്കിൽ ഇപ്പം 100-ാം വാർഷികം നടത്താതിരിക്കേണ്ടി വരും. തിരിഞ്ഞില്ല. നമ്മൾ ഈ നിലക്ക് അയകോയമ്പനായി 100-ാം വാർഷികം നടത്തിയാൽ 110-ാം വാർഷികം നടക്കൂല. ഇപ്പോൾ നമ്മൾ ഈ ജാതി ഊട്ടോപ്യന്മാരെയും അയകോയമ്പന്മാരെയും മാറ്റി നിർത്തിയാൽ 100-ാം വാർഷികം നടക്കൂലെങ്കിൽ 100-ാം വാർഷികം നടക്കണ്ട, 200-ാം വാർഷികം ഭംഗിയായി നടക്കട്ടെ, നീ മൈസറിൽ നടത്താം. നമ്മളായി നിൽക്കണം. നമ്മളെ ഐഡന്റിറ്റി അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിന് വെള്ളം ചേർത്താൽ ബാപ്പാനെ ഒഴിവാക്കേണ്ടി വരും. ബാപ്പാനെ ബാപ്പയായി ബഹുമാനിക്കും, പക്ഷെ മതകാര്യത്തിൽ ബാപ്പാനെ കൂട്ടൂല. കാരണം ഞങ്ങൾ സുന്നികളാണ്. നമ്മളെ റൂഹ് ബാപ്പാൻ ഉണ്ടാക്കിയതല്ല. നമ്മൾ ജസദിൻ്റെ ഉത്തരവാദി മാത്രമാണ്. ആര്? ബാപ്പ. റൂഹ് വേറെയാണ്, അത് മുസ്തഫ റസൂലാണ്. അതിൻ്റെ ബാപ്പ, ഇതിൻ്റെ ബാപ്പ മുസ്തഫ നബിയാണ്. അള്ളാഹ് റസൂലിനെ കാണുമ്പോൾ നിങ്ങൾ നബിയെ ഞങ്ങളെ റൂഹിൻ്റെ ബാപ്പ നിങ്ങളാണ്, ഞങ്ങൾ നാശാകാടെ കൊണ്ടുവന്നിട്ടുണ്ടിട്ടാന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ അതെന്നെ വലുപ്പത്തരം. ഞങ്ങൾ പറഞ്ഞില്ലേ, ഇവിടെ 932 ഉണ്ടാക്കിയ ഒരു തരം ഊട്ടോപ്യൻ ഇസ്ലാമിൽ തകർന്നുകൊണ്ടിരിക്കുക. മലബാർ തകർന്നിട്ടില്ല. മലബാർ തകർക്കാനുള്ള വലിയ ശ്രമമായി നടക്കണം. അത് നമ്മൾ കരുതിയിരിക്കുന്ന വേണം. അത് കാണും കുട്ടിയല്ലേ, അത് അങ്ങനെയല്ലേ, മറ്റേതല്ലേ, മറിച്ചല്ലേ, അത് അതിനൊന്നും പിന്നാലെ നടക്കണ്ട. ഞാൻ കുട്ടികളൊന്നും ആക്ഷേപിക്കണമില്ല. കുട്ടികളെ നമ്മളെ കുട്ടികളൊക്കെ കുട്ടികളാണ്. കുട്ടികളെ പറ്റുന്ന ഇവിടെ വർത്താനോ ഇല്ല, പറ്റിയൊരു സാഹചര്യമുണ്ട്. കുട്ടികൾ പറയാം എപ്പോഴാന്നാണ്, ഞാൻ നൂണെന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണെന്ന് പറയരുത്, നിങ്ങൾ നൂണ് തന്നെ പറയണം എന്ന് പറഞ്ഞ മൊല്ലാക്ക. എന്തുകൊണ്ട് മൊല്ലാക്ക നൂന് എന്ന് പറയില്ല? മൊല്ലാക്ക എന്തേ പറയുള്ളൂ, നൂണ് എന്നേ പറയുള്ളൂ. ഇനി കുട്ടികളോട് നൂന് അറിയുടെ കാര്യമില്ല, കുട്ടികളെന്തേ പറയുള്ളൂ, നൂണ്. ഞാൻ ഈ കുട്ടികൾ എൻ്റെ ഇവിടെ നൂണ് എന്ന് പറയാൻ കാരണം കുട്ടികളെ ബാപ്പാര് നൂണ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾ നൂണ് തന്നെ പറയുള്ളൂ. ഞാൻ നൂണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണ് എന്ന് പറയരുത്, നിങ്ങൾ നൂണ് തന്നെ പറയണം. ഇതല്ലേ ഇപ്പൊ നമ്മളിപ്പോ പറയണത്? ആ കുട്ടി നൂണെന്ന് പറഞ്ഞു പോയതാണ്. കുട്ടി പഠിച്ചോരത്തുനിന്ന് നൂണെന്നാ പഠിച്ച്. അപ്പൊ ഇനി നൂന് എന്ന് പറയാൻ കുട്ടിക്ക് കഴിയൂല, കുട്ടി എന്തേ പറയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ അടിത്തറയിൽ നമ്മൾ കുട്ടികൾ അങ്ങനെ വളർത്തിയെങ്കിൽ ആ കുട്ടികൾ എന്ത് പറയും? ഇപ്പൊ മദ്രസിലെ സമസ്തയുടെ മദ്രസിലെ 1, 2, 3 ക്ലാസ്സിലെ കുട്ടികളോട് പെണ്ണുങ്ങൾ ജുമാക്കൂടെ കണ്ടിരുന്നാൽ അവർക്ക് കരുതുണ്ട്. എന്തുകൊണ്ട്? അത് ഇസ്ലാമിനെതിരായ രീതിയാണ്. എന്ത് അങ്ങനെ തന്നെയല്ലേ? ഒരു കായത്വാജി സോന്നാൻ കഴിയൂല, ഒരു പേശോനാണ്. എന്ത് അങ്ങനെ പറയില്ലേ? പറയടും അങ്ങനെ. എന്തുകൊണ്ട്? ആ അവസ്ഥയിൽ ആ കുട്ടി വളരുന്നത്. അപ്പൊ നമ്മൾ ഈ പരിധി വിട്ട അള്ള ദേഷ്യപ്പെട്ടാലും പാടില്ല, തങ്ങൾ ദേഷ്യപ്പെടരുത്. അതിനെനിക്ക് കാഫിർ ആവുജ് കുറച്ച് കഴിഞ്ഞാൽ. നമ്മളെ ഇപ്പോഴത്തെ മതബ് എന്താന്ന് പറയുക, അള്ളി റസൂലും ദേഷ്യപ്പെട്ടാലും പാടില്ല, തങ്ങന്മാർ ദേഷ്യപ്പെടാൻ പാടില്ല. ഓ വലിയ അത്യാരം. അതാണ് ഇപ്പൊ നമ്മളെ അവസ്ഥ.
അത് ദീൻ പൊളിയലാണ്. ഞാനിതാ ഇവരോട് ആരോടും ഇവരോടല്ല, ഇവരൊക്കെ നമ്മളെ ആളുകൾ തന്നെയാണ്. നമ്മളിപ്പോൾ അവരൊക്കെ ബഹുമാനിക്കണം, മുസ്തഫ റസൂലുള്ളാഹിന്റെ മക്കളാണ്. പക്ഷെ കൂട്ടിത്തൊടിക്കണ്ട, കൂട്ടിത്തൊടിച്ചാൽ നമ്മൾ തകരും. നമ്മൾ ഇബ്നു തൈമിയയെ ഒന്നും കൂടി ശുദ്ധീകരിക്കാൻ നോക്കണ ഒരു മൗലിയരി പിൻപറ്റണ്ട. നമ്മളെ രീതി ആരുടേതാണ്? മഖ്ദൂമിൻ്റെതാ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് മരിക്കണവരെ പറഞ്ഞിരുന്നു, മഖ്ദൂമിയൻ രീതികളെ ജീവിപ്പിച്ചതാണ് എന്ത്? സമസ്ത. അപ്പം നമ്മൾ സമസ്ത എന്നാണെങ്കിൽ അത് മഖ്ദൂമിയൻ രീതിയാണ്. മഖ്ദൂമിൻ്റെ ഉസ്താദ് ആരുമാണ്? ഇബ്നു ഹജറുമാണ്. ഇബ്നു ഹജർ പേച്ചോനും പേപ്പിക്കണോന്ന് പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചം കൊടുത്ത കൽബാണ് ഇബ്നു ഹജറിൻ്റെ. ധൈര്യം ഉണ്ടെങ്കിൽ പറയാല്ല, അല്ലാഹു തആല വെളിച്ചം കൊടുത്ത മഹാനാണ് ആര്? ഇബ്നു ഹജർ അൽ ഹൈതമി. അല്ലെ നിങ്ങൾ പറയും വെളിച്ചമില്ലാത്ത ആളായിരുന്നു. ഇബ്നു ഹജറിന്റെ ദീനാണ് ഇന്ന് ഷാഫി മദ്ഹബിന്റെ ദീന്. ലോകത്തെവിടെയും ഷാഫി മദ്ഹബിൽ ലോകത്ത് എത്ര പണ്ഡിതന്മാരുണ്ടെങ്കിലും ഈ ഷാഫി മദ്ഹബ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ആരെ കൊണ്ടാണ്? ഈ ഇബ്നു ഹജർ അൽ ഹൈതമിയെ കൊണ്ടാണ്. ആര് ലേശം മുത്തഫരിയും നൂദുൽ അബ്സാറെങ്കിലും ഓതിയവർക്കൊക്കെ മനസ്സിലാവും. ഈ ഇബ്നു ഹജർ റളിയല്ലാഹുവിനെ കൊണ്ടാണ് ഇവിടെ അഹ്ലു സുന്ന നിലക്കണ്, ഷാഫി മദ്ഹബ് നിലക്കണ്. ആ ഇബ്നു ഹജർ തങ്ങൾ ലാലും ഉളില്ലും പേച്ചവനും പേപ്പിക്കുന്നവനും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ഈ ഇബ്നു തൈമിയ. ഇനി അയാളെ വാതിൽ തുറക്കേണ്ട ആവശ്യം നമുക്ക് എന്താണ്? നമ്മളാക്കിയത് ഇബ്നു ഹജറാണ്. നമ്മൾ ഇബ്നു ഹജറിന്റെ രീതിയിലാണ്. സമസ്ത എന്ന് പറയുന്നത് പറയരുത്, സമസ്ത മഖ്ദൂമിയൻ രീതിയാണ് എന്ന് 1000 വട്ടമല്ല ശൈഖുനാ ശംസുൽ ഉലമയെ പോലത്തെ പറഞ്ഞത്. ഇത് മഖ്ദൂമിയൻ രീതിയാണ്. മഖ്ദൂമിയൻ രീതി തളരുന്ന ഘട്ടം വന്നപ്പോൾ മഖ്ദൂമിയൻ രീതിയെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് പിൽഗാമികളായ സ്വാലിഹ്യങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ത്? സമസ്ത. അപ്പൊ സമസ്ത എന്താ? അത് മഖ്ദൂമിയൻ പുനരുജ്ജീവനാണ്. ആ മഖ്ദൂമിന്റെ അടിത്തറ ആരുമാണ്? ഇബ്നു ഹജറുമാണ്. ഞാൻ ഇതിന്റെ അപ്പുറത്തേക്ക് വാതിൽ തുറന്നാൽ നമ്മൾ തകർന്നു. അത്രേ പറയാനുള്ളൂ. ഇന്നത്തെ ക്ലാസ് അത്രേ ഉള്ളൂ. കാര്യമായി മനസ്സിലാക്കണം. ആരെയും അവമതിക്കണ്ട. ദീനാണ്. നമ്മൾ അങ്ങോട്ട് വളഞ്ഞാൽ നമ്മളെ കുട്ടികൾ കിടക്കും. നമ്മൾ വളയാൻ പാടില്ല. ഇവിടെ നീ നിലക്കണമെങ്കിൽ ലോകത്തേത് നാടും ദീനിയായി തകർന്നാലും മലബാർ തകരരുത്. കാരണം മലബാർ അങ്ങനെ താഴെയുള്ളതാണ്. മലബാറിനൊരു പ്രത്യേകത ഉള്ളതാണ്. മലബാറിൻ്റെ ഭയങ്കര ദീനാണ്. അള്ളാഹു തൗഫീഖ് തരിക. അള്ളാഹു ഒരു നാടിനൊരു തൗഫീഖ് കൊടുത്ത മലബാർ. ഇങ്ങനത്തെ നാടും ലോകത്തില്ല, അല്ലേ? സത്യല്ലേ? ഇങ്ങനത്തെ നാട് ഇവിടെ കുട്ടി ജനിക്കണോടുകൂടെ ദീനാണ്. ഇങ്ങനത്തെ നാട് എവിടെയാ? ഇന്ത്യ അങ്ങനെയല്ലേ? നമ്മളെ രീതികൾ എല്ലാം കൃത്യ. ഇവിടെ ദീനില്ലാത്തോന് പോലും ദീന് നിർബന്ധാവസ്ഥയാണ്. ആരും വഹാബികളുമായി പോലീസോട്ടില്ലേനും എല്ലാം സ്വാഭാവികമായി നന്നാവും. നിങ്ങളിപ്പോൾ ഒരു നൂറ്റാണ്ട് കാലം വഹാബികളൊക്കെ പ്രവർത്തിച്ചിട്ട് നിങ്ങൾ കണ്ടോ? ഒരു മനുഷ്യനാൻ മരിച്ചിട്ട് മറ്റന്നാൾ അവിടെ ദിക്റാണെന്ന് പറഞ്ഞാൽ സത്യമല്ലേ? നിങ്ങൾ ചിന്തിക്ക്. ദിക്ർ ചെല്ലാൻ വേണ്ടി ജനം അങ്ങോട്ട് നിറയും. ഇത് ബിദ്അത്തും തെറ്റുമാണെന്ന് വാദിക്കുന്നവരിവിടെ ഒരു നൂറ്റാണ്ട് പണം ചെലവാക്കിയിട്ട് എൻ്റെ ഒരു കിട്ടിയത്. ഇന്നും വെച്ച ചോറ് തേക്കാതൊക്കെ ഉള്ളൂ. അതാണ് അല്ലേ സത്യം? ഞാനതൊക്കെ അത്ഭുതത്തിൽ നോക്കാറുണ്ട്. അത്ഭുതം. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ മനുഷ്യന്മാർ തിന്മയിലേക്ക് എടുത്തു ചാടുന്ന കാലത്തും ഒരു മനുഷ്യൻ മരിച്ചാൽ, ഇനി അതിനേക്കാൾ വലിയ രസം, മരിച്ചാൽ അന്ന് മഗ്‌രിബാണോടുകൂടെ മഗ്‌രിബ് നിസ്കരിച്ച് ജമാഅത്ത് നേരെ കഴിഞ്ഞ ആളുകൾ ആ പരിഗണു. അതിനൊരു ചായട്ടാൻ പോകുകയല്ല അത്. ആ മരിച്ച ആൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എന്നിട്ട് കുറച്ച് മൗലൂദ് ഓടി, ദിക്ർ ചൊല്ലി, യാസീൻ ഓടി, ചായ കിട്ടിയും കിട്ടിയില്ല. അങ്ങനെ തന്നെയല്ലേ? പിറ്റേന്നും പിന്നെ അതിൻ്റെ 7-നാണെങ്കിലും 14-നാണെങ്കിലും 3-നാണെങ്കിലും ഒരു ദിക്ർ സംഘടിപ്പിച്ചാൽ ആ ദിക്ർ ജനനിബിടെ ഇരിക്കും. ആണും പെണ്ണും. സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഓടുക. ആ മറ്റേ കാക്കാൻ്റെ താത്താൻ്റെ ദിക്റാണ്. പള്ളിക്കൊന്നും പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. പേര് കയറി വിളിക്കല്ല. ഞാൻ സത്യമല്ലേ? അവിടെ ദിക്റാണ് മറ്റന്നാൾ. കല്യാണത്തിന് വിളിച്ചാൽ പോകില്ല. പറയും സത്യാണോ അല്ലേ? കല്യാണത്തിൽ വിളിച്ചാൽ പേരിൽ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകില്ല. അതേ മനസ്സിൽ പള്ളി എന്ന് പറഞ്ഞാൽ മതി. മറ്റന്നാൾ അവിടെ ദിക്റാണ് കേട്ടോ, ജനാണെന്ന് അറിയും. എന്തേ പോകുന്നു ആരും ചോദിക്കൂല. എന്നെ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ പോരില്ല എന്ന് ഒരുത്തിനോട്ട് പറയില്ല. എന്തേ? അത് സുന്നിയത്താണോ അല്ലേ? ഇത് ഇവിടെ നശിപ്പിക്കണോ?
ഇതിവിടെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഇത് ആയിരക്കണക്കായ കൊല്ലൊരു ഉമ്മത്തിന്റെ ഉണർവാണ്. അതാണ് നാശിക്കും ഈ നിലക്കട് പോവുകയാണെങ്കിൽ. ഇത് സത്യമാണ് കുട്ടികളെ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട അത്ഭുതം, മലബാറിൻ്റെ ഒരു അത്ഭുതം. ഇത് മലബാറിനുമാണ് ഈ ഇത്. വേറെ നാടിന് ഇത് കാണില്ല. ഞാൻ പറഞ്ഞ സത്യല്ലേ? എന്താ ജനം വരിക? അത് ഞാൻ മനുഷ്യനല്ലോനോമോ അന്നൊരു നോട്ടല്ല. ഓന് പള്ളിൻ്റെ ഒന്നുമില്ല. മരിച്ചാൽ എന്തോ ആയിക്കോട്ടെ, ഓൻ എന്തെങ്കിലും നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞു നോക്കുക, ഒന്ന് കിട്ടട്ടെ, കിട്ടത് മാത്രം ആണെങ്കിൽ പോലും 100% സത്യമാണ്. അതാണ് സുന്നത്യമായത്. ഓനായിട്ട് നിസ്കരിക്കണമായിരുന്നു, അത് ഓന്റെ കാര്യം, അത് അള്ളി ഓനെ ചെയ്ക്കോട്ടെ. പക്ഷെ പഠിച്ച ഓന് പുറത്തു കൊടുക്കട്ടെ. കള്ളുടിയാനായിരുന്നു, മൂക്ക് മുട്ട കള്ളു കുടിച്ചോ മരിച്ചാലും നിൽക്കുന്ന ആളും ആണോ അല്ലേ? എന്തുകൊണ്ട് ഓൻ മരിച്ചല്ലോ, ഇനി ഓന് ഭൂമിന്റെ അടിയിലെത്തിയില്ലേ, ഇനി ഓന്റെ അപകടം ഓനിപ്പം മനസ്സിലാവുണ്ടാവും. റബ്ബേ ഓന് പുറത്തു കൊടുക്കും. ഈ ഒരു മനസ്സ് സുന്നികൾക്കല്ലാതെ ആർക്കടാ? നിങ്ങൾ ഈ ഇബ്നു തൈമിയ്യയൊക്കെ കെട്ടി കൂട്ടി കൊണ്ടെന്നാൽ ഇവിടെ ഇല്ലാതാകുമ്പോൾ ഈ ഒരു ദീനാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇങ്ങനെ ഒരു നാടുണ്ടോ എന്ന് പറയാം. ഇങ്ങനെ ഒരു നാട് ലോകത്തേതാ? ഒന്ന് കിട്ടണമെന്നില്ല. ഒരു കാലത്ത് വെറുതെ ജനങ്ങൾ പറഞ്ഞു എന്ത് അതൊക്കെ തിന്നാൻ പോവുക. ഇന്ന് ആർക്കടെ തിന്നാൻ വേണ്ട? ആ വർത്താനൊക്കെ വാബികൾ നിർത്തി. കാരണം വാബികൾക്കും തിരിഞ്ഞു തിന്നാൻ പോകുകയല്ല, അത് നന്മയാണ് മനുഷ്യന്. ഓൻ കള്ളുടിച്ച് ജീവൻ പോയതാണ്. നാലും ഓൻ്റെ പേരി പോയി ദിക്റല്ലേ ഇതാർക്കും. പഠിച്ചോനെ ജോലി പുറത്തു കൊടുക്കും. കള്ളുടിയാണെങ്കിൽ ഒന്നും കൂടി ആത്മാർത്ഥമായി ഇതാർക്കും. പഠിച്ചോനെ ജോനെ ശിക്ഷിക്കരുത്, ഓൻ്റെ അയൽവാസിയായിരുന്നു. ഈ ഒരു മനസ്സ് മലബാറിലല്ലാതെ എവിടെയാണ് ലോകത്തുള്ളത്? ഇത് സുന്നത്യമായത്തിന്റെ മനസ്സല്ലേ? ഇത് ഇല്ലാതാക്കലല്ലടാ നിങ്ങളൊക്കെ ലക്ഷ്യം. ഈ ഇബ്നു തൈമിയ്യ പുതിയ പോസ്റ്റ്മോർട്ടത്തിന് ഒരുങ്ങുന്നവരെ ലക്ഷ്യം എന്താ? ഈ ദീൻ ഇവിടെ ഇല്ലാതാക്കൽ. ഈ മനസ്സിന്റെ വേദന. എന്റെ അയൽവാസി കള്ളുടിച്ചോനാണ്, എന്നാലും ഓൻ അള്ളാഹ് പുറത്തു കൊടുക്കണം, ഓനെ റബ്ബ് ശിക്ഷിക്കണം എന്നാണോ മലബാറിലെ മനസ്സ്? അല്ല. ഓന് വേണ്ടി ദ്വാരക്കുമ്പോ കരയും, റബ്ബേ പുറത്തു കൊടുക്ക്. ആളുകളിലൂടെ പുറത്തു കൊടുക്ക്, ഫൂറല്ലേ റബ്ബേ. മോലിയേരും കുട്ടികളും നാട്ടുകാരും ഒക്കെ കരയും. സത്യല്ലേ സലാമ ഞാനീ പറഞ്ഞ? ഇതിവിടെ ഇല്ലാതാക്കണ്. ഇല്ലാതാക്കാൻ സമ്മതിക്കരുത്. നമ്മളെ ലക്ഷ്യം 500ാമത്തെ വാർഷികം നടത്തലല്ല, നമ്മൾ ദീൻ നിലനിർത്തലാണ്. ഈ അഴകുഴമ്പന്മാർക്ക് വിട്ടുകൊടുത്താൽ ദീൻ നശിപ്പിക്കും. ഇബ്നു തൈമിയ്യനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളെ മുൻഗാമികൾ പറഞ്ഞു ആള് പോക്കായിരുന്നു, ബസ് ഖലാസ് കഴിഞ്ഞു, ഞാൻ അപ്പുറത്തേക്കില്ല. മറ്റേ ഒരു റബ്ബ് നമ്മളിക്കോട്ടെ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ലാഭം അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെ ഭദ്രത അഴകുഴമ്പൻ നയം നമുക്കില്ല. എല്ലാവരോടും സ്നേഹം, സൗഹൃദം, സമാധാനം. അതുകൊണ്ട് ഇവിടെ നന്മ നടന്ന എന്തൊക്കെ നന്മ നടന്നു. ഹിന്ദു മുസ്ലിം പരസ്പരം മനുഷ്യന്മാരെന്ന സ്നേഹം ബഹുമാനം കൈവച്ചു. മലക്ക് പോകാൻ പൈസ തികയില്ല. അപ്പോൾ അപ്പുറത്തെ ആചാര്യ പെരിപ്പോയി, മലക്കും കുറച്ച് പൈസൻ്റെ കമ്മിയുണ്ട്, അപ്പോൾ വേഗം കൊടുത്തു. ചിലപ്പോൾ പറഞ്ഞ് ജീവൻ തരണ്ട, എന്തേ ഇവിടെ നടന്നിട്ടില്ലേ, നടന്നോല്ലേ, അത് മലക്കോലാണ്, അത് ശിർക്കാണ്, മറ്റേത് അന്നും ഭർത്താനും പറ ഒക്കെ ഇപ്പല്ലടാ വഹാബികൾ വന്നിട്ടല്ലേ ഒക്കെ തുടങ്ങിയത്. അതൊരു സൗഹൃദമല്ലേ. അമ്മ ജാറുൻ ലഹു ഹഖുൻ വാഹിദുൻ ഫജാറുൻ മുശ്രിക്കുൻ. ഹബീബ നബി പറഞ്ഞില്ലേ, മുശ്രിക്കായ ശിർക്ക് ചെയ്യുന്ന അയൽക്കാരനാണെങ്കിലും അവനോട് നിങ്ങൾ ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ നേതാവിൻ്റെ മക്കളല്ലേ നമ്മൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചവനും ഉംറക്ക് പോകാനൊരുങ്ങി പൈസ ഒക്കെ അടച്ചു. അപ്പം അപ്പുറത്തെ ബാലകൃഷ്ണൻ്റെ വീട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥന, അവൻ്റെ അടുത്ത് പൈസ കെട്ടിയിരിപ്പുണ്ടാവും. ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോയി തലേന്ന് ഭാര്യ ഭർത്താവ് എന്തെങ്കിലും വന്നു, ഒന്നുമല്ല ഉംറക്ക് പോവുകയാണ്, കുറഞ്ഞൊരു പൈസൻ്റെ കമ്മിയുണ്ട്, ഒരു 10-15,000 രൂപ കിട്ടിയാൽ ആ വഴിച്ചെലവൊക്കെ അതിനെന്തെപ്പോൾ പറഞ്ഞു ഒന്ന് ഫോൺ ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങോട്ടും കൊടുത്തയച്ച്. മക്കത്തേക്ക് പോകുന്നവർക്ക് പോകുന്നവന് അത്യാവശ്യമായ പൈസ കൊടുത്തത് ബാലകൃഷ്ണൻ, മലക്കൊണ്ടവനൊരു മമ്മദാജി. ഇതിവിടെ നടന്നല്ലേ, ഇതല്ലേ ഇവിടെ നടന്ന്, ഇതല്ലേ ഇവിടെ നടക്കണ്ടു, ഇതല്ലേ നന്മ, അതല്ലേ മനുഷ്യത്വം, അതല്ലേ മനുഷ്യത്വം. അക്കാലത്ത് ഇവിടെ ഒരു ഓണത്തിൻ്റെ പേര് തല്ലുണ്ടായിക്കണോ?
ഒരു ക്രിസ്മസിൻ്റെ മേലെ അടി ഉണ്ടായിട്ടുണ്ടോ? തിന്നാൻ പാടുണ്ടോ? തിന്നാൻ പാടില്ല. ഇതൊക്കെ എങ്ങനെ മനുഷ്യൻ ഹൃദയമില്ലാതെ കേവലമുള്ള നിയമപുസ്തകങ്ങൾ വായിച്ച് തർക്കിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മറ്റൊന്നുമില്ല. മനുഷ്യത്വം, മലബാറിനെ പോലെ മനുഷ്യത്വമുള്ള നാട് ലോകത്തുണ്ടെന്ന് വിചാരിക്കണ്ട. അത് നശിപ്പിക്കാനുള്ള ശ്രമമായി നടക്കുന്നത്. അതിന് നിന്ന് കൊടുക്കരുത്. അപ്പം അത് തന്നെ ഞാൻ പറയട്ടെ, തങ്ങന്മാരോട് എല്ലാവരും ബഹുമാനിക്കുക. പക്ഷേ സുന്നിയാണെന്ന് ഉറപ്പില്ലാത്ത, വഹാബിയാണെന്ന് ഉറപ്പുണ്ടാകണ്ട, സുന്നിയാണ് എന്ന് മൂപ്പരെ പറ്റി പൂർണ്ണമായി പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? മൂപ്പർക്ക് മൗലവിയും നേതാവായിട്ട് മഹാനാണ് എന്ന് തോന്നുന്നുണ്ടോ? അത് തോന്നലാണ് മാറുന്നത് വരെയുള്ള ദശമൂലാഷ്ടം മൂപ്പര് കുടിച്ചോട്ടെ. എന്നിട്ട് മൂപ്പർക്ക് അതാണ് നീങ്ങിപ്പോയിട്ട് പിന്നെ നമുക്ക് നേതാവാക്കിയാൽ മതി. നീ അവിടെ ദീ നശിച്ചു. അത്രേ പറയാനുള്ളൂ. മറ്റേ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ആർക്ക് വോട്ട് ചെയ്യുക അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ ലീഗുകാരനാണ്, ഞാൻ ലീഗിനെ വോട്ട് ചെയ്യുക, ലീഗ് പറഞ്ഞിടത്തും വോട്ട് ചെയ്യും. അതൊന്നും പറഞ്ഞതിന് ബാധകമല്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ലീഗിൽ നിന്ന് പോയി. ഞാൻ ലീഗുകാരനാണ്, എൻ്റെ ബാപ്പ ലീഗുകാരനാണ്. ലീഗിനല്ലാതെ വോട്ട് ചെയ്ത ബാപ്പനെ അല്ലോട്ട് മനസ്സിലായി. ലീഗിനല്ലാതെ വോട്ട് ചെയ്തിട്ട് ഖബർ സിയാറത്തിന് വരെ ചെല്ലാൻ പറ്റില്ല. കാരണം എൻ്റെ വാപ്പാനെ ലീഗിൻ്റെ പതാക പുതപ്പിച്ചിട്ടാണ് പൊരേന്നെടുത്തിട്ട് ഖബറിനെ കൊണ്ട് മറവ് ചെയ്യുന്നത് വരെ ആ പതാക എൻ്റെ വാപ്പാനെ പുതപ്പിച്ച്. എൻ്റെ വാപ്പാൻ്റെ മയ്യത്ത് കെട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക പുതപ്പിച്ച് മിഞ്ഞാന്നല്ലേ, നിങ്ങളൊക്കെ ഇത് കണ്ടല്ലേ. എൻ്റെ നാട്ടിൽ ലീഗ് ഉണ്ടാക്കിയും സമസ്ത ഉണ്ടാക്കിയൊക്കെ എൻ്റെ വാപ്പയാണ്. അപ്പം ലീഗിൻ്റെ ആളുകൾ ആദ്യം വന്ന് ഒരു പറഞ്ഞു, ഞങ്ങൾ മയ്യത്തിൻ്റെ മേൽ പിന്നെ ലീഗിൻ്റെ പതാക പുതപ്പിക്കുകയാണ്. ആയിക്കോട്ടെ, എന്നോടാ ചോദിച്ചു. ഞാനാ ഒറ്റ മകൻ, ഞാനാ. എന്തുകൊണ്ട് ഞാനും അന്നല്ല? അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയണൊക്കെ മൂളുന്നല്ല, കാര്യങ്ങൾ പറയും. വോട്ട് ഇന്നൊക്കെ എന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയില്ല. ലീഗ് പറഞ്ഞിട്ട് ഞാൻ വോട്ട് ചെയ്യുള്ളൂ. അത് തെറ്റായിട്ട് എന്നെ പറയും. അത് പറയും. നിലവിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ലീഗിൻ്റെ ബാന്ധവം വലിയ ദുരന്തത്തിന് വഴിവെക്കും. ഇപ്പോൾ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു അതൊക്കെ UDFിൻ്റെ അഭിപ്രായമാണ്. ഞങ്ങൾക്കതിൽ അഭിപ്രായമല്ല. അതവർ പറഞ്ഞ 100% തെറ്റാണ്. ആര് പറഞ്ഞാലും. എന്തുകൊണ്ട്? നമ്മളെ സമുദായത്തിൻ്റെ ഒരു വാതിലാണ്. നമ്മളെ സമുദായത്തിൻ്റെ ഭൂരിപക്ഷം സുന്നികളുള്ള പാർട്ടിയാണ് ലീഗ്. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയാൽ നമ്മളെ കുട്ടികൾക്ക്, യൂത്തിന് ജമാഅത്തിനോടുള്ള അകലം കുറയാനത് കാരണം. അങ്ങനെ വന്നാൽ അടുത്ത തലമുറയിൽ നമ്മളെ കുട്ടികൾ ഭീകരവാദികളായി മാറും. ലോക മുസ്ലിം സമുദായം കണ്ട ഭീകര പൊളിറ്റിക്കൽ സംഘടനയാണ് എന്ത്? ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുകൂട്ടാൻ പറ്റൂല. വഹാബികൾ കൂടിയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. വഹാബികൾ പണ്ടേ ലീഗില്ലേ, നമ്മളും ലീഗില്ലേ. ജമാഅത്ത് അങ്ങനെയല്ല. ജമാഅത്തിനെ കൂടെ അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉൽപ്പന്നം ടെററിസമാണ്. അത് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് സമസ്തയുടെ നേതാവ് പറയാൻ പാടില്ല. അത് തെറ്റായാണ്. എന്തിനാണ്? അതൊക്കെ ദുനിയാവുമായുള്ള കെട്ടുപാടാണ് പറയുന്നത്. അത് ചുളി നീർന്ന് പറയണം. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ട്? അത് കേവലമുള്ള വിഷയമല്ല. CPM ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയിട്ടില്ലേ? നമ്മൾ CPM അല്ലല്ലോ. CPM ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയാൽ CPM ഒരു പടിക്കപ്പുറം ആരും കയറ്റൂല. നമ്മളങ്ങനെയല്ല. നമ്മൾ പാവപ്പെട്ട മലബാറിലെ കാക്കമാരും കാക്കാത്തികളുമാണ്. നമ്മൾക്ക് ഇവർക്ക് വാതിൽ തുറന്നു കിട്ടിയാൽ പിന്നെ അവരെ തോൾ പിടിച്ച് നടക്കും. കാരണം നമ്മളെ ആളുകൾക്ക് ചതി അറിയില്ല, മറ്റവർക്ക് ചതിയേ ഉള്ളൂ. സത്യല്ലേ? നമ്മൾ ആളുകൾക്ക് ചതി അറിയൂല. ജമാഅത്തെ ഇസ്ലാമി എന്ന ചതി മാത്രം. എന്തുകൊണ്ട്? അവരുടെ മാനിഫെസ്റ്റോക്ക് എതിരാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ചതി. നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ വോട്ട് പിടിക്കുന്നതും വോട്ട് ചെയ്യുന്നതും സ്ഥാനാർത്ഥിയാവുന്നതും ഭരണകൂടത്തിൽ നിന്നൊരു ഉദ്യോഗസ്ഥനാവുന്നത് വരെ താഗൂത്തി ഗവൺമെന്റിനെ സഹായിക്കലാണ്, ഷിർക്കാണ്, ഹറാമാണ്. ഷിർക്കാൻ എഴുതിയച്ചോലല്ലേ ആര്? പിന്നെ ഇപ്പൊ അവര് തരം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ചതി, പൊളിറ്റിക്കൽ ചതി. സാധനം തന്നെയാണ്. അമ്മൂമ്മ നീലം കലക്കി വെച്ചൊരു കഥ പറയുന്നുണ്ട് പണ്ട്. CH അമ്മൂമ്മ ഒരു തൊട്ടിയിൽ നീലം കലക്കി വെച്ച് അതിൽ കുറുക്കനെ ആരോ ഓട്ടിയപ്പോൾ കുറുക്കൻ ഓടി ഈ നീലത്തൊട്ടി ചാടി. പിന്നെ കാട്ടിലേക്ക് പോയി. കാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ നീലാണ്. അപ്പൊ കാട്ടിലെ ഒരു ജീവി ഇങ്ങനത്തെ ഒരു ജീവിയെ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാ ജീവികളും കൂട്ടിയിട്ട് കുറുക്കനെ രാജാവാക്കി. കാരണം ഇത് അത്ഭുത ജീവിയാണ്. ഇങ്ങനത്തെ ഒരു ജീവി ഇല്ല.
പിന്നെയാണ് നിലാവിന് വട്ടം കൂടിയപ്പോൾ അങ്ങനെയാണല്ലോ, അവസരം കാണുമ്പോഴേ കൂക്കോളൂ, ഓ ഓ ഓ നമ്മൾ ഊരിട്ടു. അപ്പോഴാണ് മനസ്സിലായത് ഇത് പഴയ കുറുക്കൻ തന്നെയാണ്. അവസരം ഉണ്ടാകുന്ന വരെ അവർ നീലം കൊണ്ട് നടക്കും. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ കാണിക്കുന്ന ചതിയാണ്. അവർ മൗദൂദിയിൽ തന്നെ എപ്പോഴും ഉള്ളത്. അല്ലെങ്കിൽ മൗദൂദിയെ അവർ തള്ളിപ്പറയുകയും മൗദൂദിയുടെ ഗ്രന്ഥങ്ങൾ അവർ കത്തിക്കുകയും ചെയ്യട്ടെ, അത് അവർ ശുദ്ധീകരണം ചെയ്യട്ടെ. എന്നാൽ തന്നെ അവർ വിശ്വസിക്കാൻ പറ്റൂല. ഏറ്റവും ചുരുങ്ങി അതെങ്കിലും ചെയ്യട്ടെ. അപ്പൊ ഞങ്ങൾക്കതിൽ അഭിപ്രായമില്ല എന്ന് സമസ്തയുടെ നേതാവ് പറയുന്നത് 100-ാം വാർഷികം എങ്ങനെയെങ്കിലും നടന്നു കിട്ടണം എന്നുള്ള ദുനിയവിയായ ഒരു വാക്ക് മാത്രമാണ്. അത്തരം വാക്കുകൾ ഉമ്മത്തിനെ പേപ്പിക്കും. ആണായി തന്നെ പറയണം. നമ്മൾക്കതിൽ അഭിപ്രായക്കേടുണ്ട്. എന്തുകൊണ്ട്? ജമാഅത്തെ ഇസ്ലാമി കേവലം ഒരു പൊളിറ്റിക്കൽ സംഘടനയല്ല, മതപരമായ ഒരു പ്രത്യേക റൂട്ടിലുള്ള പൊളിറ്റിക്കൽ സംഘടനയാണ്. അത് നമ്മുടെ യൂത്തിലേക്ക് ചേരുമ്പോൾ നമ്മളെ യൂത്തിന് ഭരിച്ചു. ധൈര്യമായിട്ട് പറയണം. അതിന്മേൽ എന്ത് വന്നാൽ വന്നു, നമുക്ക് എന്ത് വന്നാലും. അജബല്ലി അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. ഇദാ മസ്സതുഹു സറാഉ ശകറ ഫഹുവ ഖൈറുൻ ലഹു വഇദാ മസ്സതുഹു ളറാഉ സബറ ഫഹുവ ഖൈറുൻ ലഹു. മുഅ്മിൻ എപ്പോഴും ലാഭം. നഷ്ടം വന്നാൽ അവൻ ക്ഷമിക്കും, അതവന് ഖൈറാണ്. ലാഭം കിട്ടിയാൽ നന്ദി ചെയ്യും, അതും അവന് ഖൈറാണ്. മുഅ്മിൻ എപ്പോഴും എന്തേ ഉള്ളൂ? ഖൈറുള്ളൂ. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ സുന്നികളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മൾ നേതാവ് ഇബ്നു ഹജറാണ് റളിയല്ലാഹു അൻഹു, അവർ നേതാവ് ഇമാം ഷാഫിയാണ്, അവർ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. നമ്മളെ റൂട്ട് തന്നെയാണ്. നമ്മളെ മുൻഗാമികൾ മരിച്ചോലൊക്കെ മഹാന്മാരായി മരിച്ചു നമുക്ക് ഉറപ്പാണ്. അത് കണ്യത്താണെങ്കിൽ ശംസുലമണി, ബാഫക്കത്തങ്ങൾ, പൂക്കോയത്തങ്ങൾ, ഇവരൊക്കെ ഈ റൂട്ട് പോയാലാ. ആ വഴിക്ക് തന്നെ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ നമ്മൾ തകരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. اللهم أمرتنا بدعائك ووعدتنا بإجابتك، لقد دعوناك فأجبنا يا الله يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين، فإلى من تمد الأيادي وترجى منه الحوائج، إذا كان فضلك ممنوعا عن العاصين. وقد أتينا بابك يا الله بثنائك وثناء عبدك محمد، فلا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أجود الأجودين ويا أرحم الراحمين.